നമ്മൾ നമ്മുടെ മതബോധന പഠന കളരിയിൽ 85-ാമത്തെ പാരഗ്രാഫാണ് ഇപ്പോഴും നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് സഭയുടെ പ്രബോധന അധികാരം. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ്. ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ അതിനെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സഭ ഈ അധികാരം വിനിയോഗിക്കുന്നത്. അതായത് റോമ മെത്രാനായ പത്രോസിൻ്റെ പിൻഗാമിയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാരെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉപവകുപ്പുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ നമ്മൾ 2038 പഠിച്ചത്. ഇനി 2039-40 2 പാരഗ്രാഫുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്നലെ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള അതിനെ ഒന്നും കൂടി എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഞാൻ അതായത് 2037 അവസാനത്തിൽ നമ്മൾ സ്പർശിക്കേണ്ടി വന്നു. ഈ കൽപ്പനകൾ സ്നേഹത്തിലുള്ള വിധേയത്വം ആവശ്യപ്പെടുന്നു. സ്നേഹത്തിലുള്ള വിധേയത്വം ക്രൈസ്തവ ധാർമ്മികതയെ പഠിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ജോലിയിൽ, അതാണ് പ്രയോഗിക്കുക, പഠിപ്പിക്കുക, പ്രയോഗിക്കുക. ഇത് വലിയ കാര്യമാണ്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമാകണമെങ്കിൽ അത് സ്നേഹത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ചെയ്യുന്ന ജോലിയിൽ അജപാലകരുടെ സമർപ്പണവും ദൈവശാസ്ത്രജ്ഞന്മാരുടെ വിജ്ഞാനവും സകല ക്രൈസ്തവരുടെയും സന്മനസ്സുള്ള എല്ലാ മനുഷ്യരുടെയും സഹായവും സഭയ്ക്ക് ആവശ്യമാണ്. ഇപ്പം സഭ എന്ന് പറയുന്നത് ഒരു ലീഗൽ സ്ട്രക്ചർ അല്ല, മറിച്ച് സ്നേഹത്തിലുള്ള ദൈവവിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ. കൂട്ടായ്മ നമ്മളതിനെക്കുറിച്ച് പല പ്രാവശ്യം കേട്ടായിരുന്നു. അൽമായരാണ് സഭ, ദൈവജനത്തിൻ്റെ ആ കൂട്ടായ്മ. ആ അൽമായരാവുന്ന സഭയെ നയിക്കുന്നതിന് അവരിൽ നിന്നും പ്രധാന പുരോഹിതനെ തിരഞ്ഞെടുക്കുന്നു, പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നു, അവരിൽ നിന്ന് ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കുന്നു, അവരിൽ നിന്ന് കർദിനാളന്മാരെ തിരഞ്ഞെടുക്കുന്നു, പിതാവിനെ തിരഞ്ഞെടുക്കുന്നു. ഇതെല്ലാം സഭയെ നയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് കേട്ടത് വിശ്വാസവും സുവിശേഷ പരിശീലനവും ഓരോ വ്യക്തിക്കും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരനുഭവം പ്രദാനം ചെയ്യുന്നു. അവനെ പ്രബുദ്ധനാക്കുകയും ദൈവാത്മാവിനനുസൃതം ദൈവികവും മാനുഷികവുമായ യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്താൻ അവനെ കഴിവുള്ളവനാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പണ്ഡിതന്മാരെയും ഉന്നത പദവിയിലുള്ളവരെയും പ്രബുദ്ധരാക്കാൻ വേണ്ടി ഏറ്റവും എളിയവരെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇവിടെ നമ്മൾ ഇന്നലെ ആ സ്നേഹത്തെക്കുറിച്ച് നമുക്കെല്ലാ കഴിവുകളുണ്ടായാലും വരദാനങ്ങളുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. സ്നേഹത്തിൻ്റെ 16 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ആ പൗലോസ്ലീഹയുടെ കൊരിന്ത്യക്കാർക്ക് ഇത് ലേഖനത്തിൽ 1 കൊരിന്ത്യസ് 13-ാം അധ്യായം സ്നേഹം സൽവോത്കൃഷ്ടമെന്നുള്ളത് നമ്മൾ വളരെ മനോഹരമായി പഠിച്ചു. അതിൻ്റെ ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ പഠിച്ചു എല്ലാവരും. അതിനകത്ത് 16 കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഓരോന്നിനും മാർക്കിട്ട് നീങ്ങണം. നമ്മളിവിടെ പറഞ്ഞു പൂർണ്ണമായ ഉദിക്കുമ്പോൾ
അപൂർണമായവ അസ്തമിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പൂർണ്ണമായവ എന്നുള്ളത്? എന്താണ് ഈ പൂർണ്ണമായ അവസ്ഥ? എങ്ങനെയാണ് ആ പൂർണ്ണമായ അവസ്ഥ നമ്മൾ ഉദിക്കുന്നത്? അത് ചെറുതായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ തുടർന്ന് പോകാം. അതിന് നമ്മൾ ആ ഭാഗം മുഴുവനൊന്ന് വായിക്കാം. അവിടെ 8-ാമത്തെ വചനത്തിലാണ് അതിൻ്റെ പൂർണ്ണത. എന്താണ് 8-ാമത്തെ വചനം പറയുന്നത്? സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഡൊമിനം വിവിഫിക്കാന്തം, കർത്താവും ജീവദാതാവും എന്ന ആ ചാക്രിക ലേഖനത്തിൽ 10-ാമത്തെ ഖണ്ഡികം, തൻ്റെ ആന്തരിക ജീവിതത്തിൽ ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:8-16 2 വചനങ്ങളിൽ 3 ദൈവിക വ്യക്തികളും പങ്കുവയ്ക്കുന്ന സത്താപരമായ സ്നേഹം തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവ് എന്ന നിലയിൽ പരിശുദ്ധാത്മാവാണ് വ്യക്തിപരമായ സ്നേഹം. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹദാനം, ഇത് മനസ്സിലായാൽ അവിടെ പൂർണ്ണത വരും. എന്താണ് സ്നേഹം? അത് സൃഷ്ടിക്കപ്പെടാത്തതാണ്. അൺക്രിയേറ്റഡ് ലവ്, അൺക്രിയേറ്റഡ് ലവ്. അവിടെയാണ് വലിയ രഹസ്യം. അൺക്രിയേറ്റഡ് ലവ്, സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹദാനം. ഈ വാക്ക് വളരെ വേറെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഈ വാക്ക് സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹദാനം. സ്നേഹം നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ദൈവം സ്നേഹമാണ്. എന്തുകൊണ്ടാണ് അതിന് അവസാനമില്ല എന്ന് പറഞ്ഞത്? ദൈവത്തിന് അവസാനമില്ല. ദൈവം അനന്തനാണ്, സർവവ്യാപിയാണ്. ആ ഒമ്നിഷ്യൻ്റ്, ഒമ്നിപ്രസൻറ്റ്, ഒമ്നിസെൻറ്റ്, മുഴുവൻ മലയാളം, സർവവ്യാപിയും സർവാധിപനും ആയ ആ ദൈവം തന്നെയാണ് സ്നേഹം. Therefore it is not created, it is he himself. അത് സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹദാനം എന്ന നിലയിൽ അവിടുന്ന് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. 1 കൊരിന്ത്യർ 2:10. തുടർന്ന് ത്രിയേക ദൈവത്തിൻ്റെ ആന്തരിക ജീവിതം പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും ദാനമായിത്തീരുന്നു. പൂർണ്ണമായും ദാനമായിത്തീരുന്നു. അപ്പോൾ അത് ഒരു ഗിഫ്റ്റാണ്. പൂർണ്ണമായും ദാനമായിത്തീരുന്നു. അത് നമ്മുടെ ഒരു കഴിവ് കൊണ്ടല്ല നമുക്ക് കിട്ടുന്നത്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. എന്താണ്? ത്രിയേക ദൈവത്തിൻ്റെ ആന്തരിക ജീവിതം പരിശുദ്ധാത്മാവിനാൽ, ത്രിയേക ദൈവത്തിൻ്റെ ആന്തരിക ജീവിതം, നമ്മൾ അതിൻ്റെ അകത്താണ് നമ്മൾ വസിക്കുന്നത്. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ കണ്ടോ? ആ ത്രിയേക ദൈവത്തിൻ്റെ ആന്തരിക ജീവിതം പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും ദാനമായി തീരുന്നു എന്ന് പറയാവുന്നതാണ്. ദൈവിക വ്യക്തികളുടെ പരസ്പര സ്നേഹത്തിൻ്റെ കൈമാറലായിത്തീരുന്നു എന്ന് പറയാവുന്നതാണ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവം ഒരു ദാനത്തിൻ്റെ രൂപത്തിൽ നിലകൊള്ളുന്നു എന്ന് പറയാം. ഈ ആത്മദാനത്തിൻ്റെ സ്നേഹമായിരിക്കലിൻ്റെ വ്യക്തിപരമായ പ്രകാശനം പരിശുദ്ധാത്മാവാണ്. സെൻറ്റ് തോമസ് അക്വിനസ്, സുമ തിയോളജി, അവിടുന്ന് വ്യക്തിയാകുന്ന സ്നേഹമാണ്. പേഴ്സൺ ലവ് ബ്രാക്കറ്റിൽ. അവിടുന്ന് വ്യക്തിയാണ്, എന്നാൽ അവിടുന്ന് സ്നേഹമാണ്. അതായത് വ്യക്തിയാകുന്ന സ്നേഹമാണ്. അവിടുന്ന് വ്യക്തിയാകുന്ന ദാനമാണ്. ആൻഡ് എ ഗിഫ്റ്റ്, പേഴ്സൺ ഗിഫ്റ്റ്. ഇവിടെ ദൈവത്തിലെ വ്യക്തി എന്ന യാഥാർത്ഥ്യത്തിൻ്റെ അക്ഷയനിധിയും ആ സങ്കല്പത്തിൻ്റെ അവാച്യമായ ആഴപ്പെടുത്തലുമുണ്ട്. ഇത് ദൈവിക വെളിപാട് മൂലം മാത്രമാണ് നാം അറിയുന്നത്. ബുദ്ധിയിലൂടെ അല്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. അതാണിപ്പോൾ നമ്മൾ ഈ വെളിപാട്, ദൈവിക വെളിപാടിലാണ് നമ്മളിപ്പോൾ. ആ ദൈവിക വെളിപാടിൻ്റെ കൈമാറ്റത്തിൽ ദൈവം നമ്മിലേക്ക് തന്നിരിക്കുന്നത് കുറേ ദാനങ്ങളല്ല, മറിച്ച് ദൈവത്തെ തന്നെയാണ് ദാനമായി നൽകിയിരിക്കുന്നത്.
നമ്മൾ ഈ ദൈവിക വെളിപാടിൻ്റെ ആരംഭത്തിൽ തന്നെ പഠിച്ചതാണ്. ദൈവം തൻ്റെ വെളിപാടും തന്നെയും നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഇനി അതിൻ്റെ അടുത്ത പാരഗ്രാഫ് ഒന്ന് കേൾക്കട്ടോ. അതേസമയം പരിശുദ്ധാത്മാവ് ദൈവികത്വത്തിൽ പിതാവിനോടും പുത്രനോടും ഏകസത്തയായി നിലകൊള്ളുന്നത് കൊണ്ട് അവിടുന്ന് സ്നേഹവും സൃഷ്ടിക്കപ്പെടാത്ത ദാനവുമാണ്. അതിൽ നിന്നും സൃഷ്ടികളിലേക്ക്, അതിൻ്റെ സജീവമായ ഉറവിടത്തിൽ നിന്നെന്ന പോലെ സൃഷ്ടികളിലേക്ക് സകല ദാനങ്ങളും പുറപ്പെടുന്നു. ആ ദാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ദാനങ്ങളാണ്. സൃഷ്ടികർമ്മത്തിലൂടെ എല്ലാ വസ്തുക്കൾക്കും അസ്തിത്വവും ദാനവും മുഴുവൻ രക്ഷാപദ്ധതിയിലൂടെയും മനുഷ്യജീവികൾക്ക് കൃപാവരത്തിൻ്റെ ദാനവും പൗലോസ്ലീഹ എഴുതുന്നത് പോലെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പം ഇത് പറയാനപ്പോൾ എന്താണ് പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു എന്ന് പറയുന്നത്? ഈ പൂർണ്ണമായ ആ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ദൈവം നമ്മിലേക്ക് നൽകിയിരിക്കുന്നു. അത് കണ്ടെത്തി നമ്മളെ അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. വിശ്വാസം, സുവിശേഷ പരിശീലനവും ഓരോ വ്യക്തിക്കും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരനുഭവം പ്രദാനം ചെയ്യണം. ഒരനുഭവം. ആ അനുഭവം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പം ഞാൻ ഒരു 37 വയസ്സിലൊക്കെയാണ്. അതുവരെ ഞാൻ നല്ല ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജീവിച്ചത്. എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോവെങ്കിലും എനിക്ക് പറയാവുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു സമയത്ത് എന്നിൽ വസിക്കുന്ന ദൈവം അങ്ങ് അനുഭവമായി. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 30 വർഷമായി എന്നെ പിടിച്ചാൽ കിട്ടാത്ത പോലെയുള്ള ഒരു ജ്വലനമാണ്. എനിക്കെന്നെ പിടിച്ചാൽ കിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു റോക്കറ്റ് പോലമായി ഒരു ശക്തി പോലെ ജ്വലിക്കുന്നു, സംസാരിക്കുന്നു. ഞാൻ ഒട്ടും ചിന്തിക്കാത്ത കാര്യങ്ങൾ എന്നോട് ചെയ്യാൻ പറയണു. അത് ഞാൻ കേൾക്കുന്നു, ഞാൻ എഴുതി വയ്ക്കുന്നു. അത് സാവധാനം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും വരുന്നു. അപ്പോൾ ഇതാണ് എല്ലാവരെയും സംബന്ധിച്ചും ദൈവത്തിന്. അപ്പോൾ അങ്ങനെ ആ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പഠനം പിന്നെ എഴുതിയിരിക്കുന്നതാണ്, പ്രവചനങ്ങൾ കടന്നു പോകും, ഭാഷകളില്ലാതാവും. അതാണ് പഴയ നിയമം എല്ലാം പ്രവചനങ്ങളാണ്. പ്രവചനങ്ങൾ കടന്നു പോകുമെന്ന് പറയുന്നത് പ്രവചനങ്ങൾ പൂർത്തിയായിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രവചനത്തിൻ്റെക്കാൾ കൂടുതൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് എമ്മാനുവേൽ എന്ന് പേരിടും. ഈ പ്രവചനം യെശയ്യാ 7:14 പറഞ്ഞ പ്രവചനം 725 വർഷം കഴിഞ്ഞപ്പോൾ പൂർത്തിയായപ്പോൾ എന്ത് സംഭവിച്ചു? ആ ദൈവം മനുഷ്യനായി അവതരിച്ചു. ഇനി ആരെയാണ് നമ്മൾ നോക്കേണ്ടത്? ആ പൂർണ്ണത വന്നു. കണ്ടോ? ഇപ്പോൾ നൗ ഇറ്റ് ഫിറ്റ്സ് വെരി വെൽ. ഇപ്പോൾ പൂർണ്ണമായ ഉദിച്ചിരിക്കുന്നു. എന്താണ് പൂർണ്ണമായ ഉദിച്ചിരിക്കുന്നത്? ആ പ്രവചനത്തിൽ പറഞ്ഞ ആള് ഇവിടെ എത്തിയിരിക്കുന്നു. കണ്ടോ? പൂർണ്ണമായി ഉദിച്ചു. അതിനു മുമ്പ് അതേ കർത്താവ് തന്നെയാണ് ഈ പ്രവചനം നൽകിയത്. ആ പ്രവചനത്തെ കേട്ടിട്ട് അവർ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്ത് കാണുമായിരിക്കും. എന്നാൽ അതുകൊണ്ട് ഒരു ചെറിയ അനുഭവം ഉണ്ടാവും. അവൻ വരും. അതാണിപ്പോൾ അഡ്വെൻറ്റ്. ഇപ്പോൾ ആഗമന കാലം മുഴുവനും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അവൻ വരും. അപ്പോൾ എന്നാൽ പൂർണ്ണത എന്താണ്? അവൻ വന്നു. അവൻ എൻ്റെ ഹൃദയത്തിൽ വന്നു, എന്നോടൊപ്പം വസിക്കുന്നു. അപ്പോൾ അതൊരു ഗിഫ്റ്റാണ്. ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ലവ്. അപ്പോൾ പ്രവചനവും ഭാഷകളും ഇല്ലാതാകും. വിജ്ഞാനം തിരോഭവിക്കും. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു.
അപ്പോൾ ഈ പൂർണ്ണമായവ എന്നത് ദൈവത്തിൻ്റെ ആ ദൈവരാജ്യ അനുഭവമാണ്. അതാണ് ഈശോ പറഞ്ഞു, സമയം പൂർത്തിയായിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഉണ്ടോ, സമയം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണത വന്നു എന്ന് പറഞ്ഞത് നമ്മൾ പല പ്രാവശ്യം. നമ്മുടെ ജീവിതം നശ്വരമാണ്, ദൈവത്തിൻ്റെ ജീവൻ അനശ്വരമാണ്. അപ്പോൾ ദൈവം മനുഷ്യനായി അവതരിച്ചതിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ, വചനം മാംസമായി വന്നതിലൂടെ ആ അനശ്വരമായ അനന്തമായ ദൈവം മനുഷ്യനിൽ വന്നു. മനുഷ്യനിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ ജീവിതം പൂർണ്ണമായി, അവൻ്റെ സമയം പൂർണ്ണമായി. അവൻ ഏത് സമയത്തിലായി? അവൻ്റെ നശ്വരമായ സമയം, കറക്റ്റ് അല്ലേ? അവൻ്റെ നശ്വരമായ സമയം ദൈവം എന്താക്കി മാറ്റി? അനശ്വരമാക്കി മാറ്റി. അവനിപ്പോൾ അനശ്വരതയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഇനിമേൽ ഞാനല്ല, ഞാൻ പോയി, ഞാനല്ല ഇപ്പോൾ ഇനി ആരാ? ക്രിസ്തു, അനശ്വരനായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. പൂർണ്ണത, അതാണ് ക്രിസ്തുവിൽ ഉള്ള ദൈവാനുഭവം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ പൂർണ്ണത നമ്മിലേക്ക് വന്നിരിക്കുന്നു. അതാണ് നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്, പൂർണ്ണമായ ഉദിക്കുമ്പോൾ. അപ്പോൾ ഈ അനുഭവം നമ്മിലേക്ക് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ സ്നേഹം, അതിശക്തമായ സ്നേഹത്തിൻ്റെ ഒരു അനുഭവമായിരിക്കും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. നമുക്ക് തന്നെ തോന്നും, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലജ്ജ തോന്നും. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം ചെയ്തു. ഞാൻ എൻജിനീയറിങ് ജോലിയിൽ വളരെ പ്രഗത്ഭനായൊരു എൻജിനീയറായിരുന്നു. ഒരുപാട് പേര് എത്ര പൈസയും തന്ന് എനിക്ക് വലിയ ജോലികൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമയത്താണ് എന്നോട് കർത്താവ് പറയണത്, അതെല്ലാം വിട്ട് സുവിശേഷ വേല ചെയ്യാൻ. ഒരാളും അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ കുടുംബത്തിലോ മറ്റുള്ള ഒരാളും അതിന് സമ്മതിക്കുന്നുണ്ടായില്ല. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണം. പക്ഷെ എന്നിട്ടും ദൈവം എന്നെ അതിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു മാറ്റി. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അന്ന് കിട്ടുമായിരുന്ന ആ ഭൗതികമായ നേട്ടങ്ങളെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ്, ശരിക്കും ഒരു ശിശുവായിരുന്നു ഞാൻ. അത് മനസ്സിലാകാൻ എനിക്ക് കഴിവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ശിശുവിനെ പോലെ ഞാൻ യുക്തിവിചാരം ചെയ്തു. അത് ചെയ്യണം, ഫാക്ടറി ഉണ്ടാക്കണം, എൻ്റെ ഷെയർ മാർക്കറ്റിൽ സെയിൽ ചെയ്യണം, അംബാനിനെ പോലെ അവരിവരെ പോലെയൊക്കെ ഞാനും ഭയങ്കരമായ ഒരു വലിയ സമ്പത്തിൻ്റെ ഉടമയാകും. ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളാണ്. അതായിരുന്നു ഒരു വശത്തുള്ള ശിശുത്വം. മറുവശത്ത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ ദൈവമേ, ശരിക്കും ഒരു ശിശുവായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയ്ക്ക് വലുതാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. എന്നാൽ പ്രായപൂർത്തിയായപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെട്ടിച്ചു. എന്ന് പറഞ്ഞാലും അത് എൻ്റെ കഴിവൊന്നുമല്ല. എന്നിൽ ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ, പുതിയ ബോധ്യങ്ങൾ, പുതിയ ജ്ഞാനം. ഓരോ ദിവസവും ഓരോ പ്രഭാതവും പുതിയതാണ്. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. അതിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ട്രാക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ദൈവത്തെ ശരിക്കും കാണുകയാണ്. എവിടെ കാണുന്നത്? മറ്റേ ആകാശത്തിൻ്റെ മുകളിലോ ദൈവം സർവ്വവ്യാപിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല. ദൈവത്തെ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കാണുന്നു. എന്നോട് സംസാരിക്കുമ്പോഴാണ് ആ സ്നേഹവും
അതിൻ്റെ ആന്തരികമായ എല്ലാ വ്യക്തിത്വവും നമുക്ക് മനസ്സിലാവുന്നത്. ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുമല്ലോ. ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് ആളെക്കുറിച്ച് കാര്യം മനസ്സിലാവില്ലേ? എന്ന മാതിരി തന്നെ ആ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അവസാനം എന്താ? സ്നേഹമാണ്, സർവോത്കൃഷ്ടം. അപ്പം ഇതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും പറയുകയാണ്, ഈ 12-ാം അധ്യായവും 14-ാം അധ്യായവും എല്ലാം വരദാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ കൊച്ചുറേസ്യ എല്ലാം ഈ വരദാനങ്ങളെക്കുറിച്ച് കേട്ടിട്ട് വലിയ വലിയ വിശുദ്ധന്മാർക്കുള്ള ദാനങ്ങളെക്കുറിച്ചെല്ലാം കേട്ടിട്ട് അതുപോലെ എനിക്ക് വേണമെന്നെല്ലാം പറഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം പറയുകയാണ്, ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ? സ്നേഹം. അപ്പോഴാണ് കൊച്ചുറേസ്യ പറഞ്ഞത്, ആ ഒരു പടം എൻ്റെ കയ്യിൽ കാണണം. കൊച്ചുറേസ്യയുടെ ഒരു ഹോളി പിക്ചർ കൊച്ചുറേസ്യയുടെ ഭവനത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇൻ ദ ഹാർട്ട് ഓഫ് ദ ചർച്ച് മൈ മദർ ഐ ഷാൽ ബി ലവ്. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് വേറെ ഒന്നും ആകണ്ട. എൻ്റെ അമ്മയായ സഭയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമാകും. അതാണ് എനിക്ക് വേണ്ടത്, അതാണ് എൻ്റെ വിളി. അപ്പോൾ ഇത് ഓക്കെ, ഐ തിങ്ക് ഇത്രയും മതി. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നേറാൻ നോക്ക്. ഇതങ്ങ് പെട്ടെന്ന് നടക്കണ ഒരു കാര്യമാവണമെന്നില്ല. ശരിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഈ ഉത്തരേന്ത്യയിലേക്കുള്ള കാലഘട്ടങ്ങളിൽ എന്തോ ഒരു കഷ്ടപ്പെട്ട് രാവും പകലും മിഷൻ സ്റ്റേഷനുകളിൽ യാതൊരു വണ്ടിയില്ലാതെയും, അന്ന് ഇപ്പോഴൊക്കെ കുറേ വണ്ടിയുണ്ട്, അന്നൊക്കെ 10-30 വർഷം മുമ്പൊക്കെ റോഡുകൾ പോലും കൃത്യമായിട്ടായില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കണത് മിഷനറിമാർ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു. കാളവണ്ടിയിലും കഴുതയുടെ പുറത്തൊക്കെയാണ് അവർ പോയിരുന്നതെല്ലാം. ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റികൾ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പോയി കർത്താവിൻ്റെ ആ സ്നേഹത്തെ പ്രതി നമ്മളെ അങ്ങ് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥ നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതിനങ്ങ് അവിടെയാണ് നമ്മളുടെ വളർച്ച. സ്നേഹമുള്ളവരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ 2 കാര്യമാണ് അതിന്. ഈ സ്നേഹം ഞാൻ ഒരിക്കൽ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് 3 പെൺമക്കളാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നീ മര്യാദയ്ക്ക് ജ്ഞാനത്തിനും സ്നേഹത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ. ഈ പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ ഇവർ ഈ പറയണമായിരുന്നൊന്നും ആവില്ല. അത് കഴിഞ്ഞ് മുട്ടുകുത്തിയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഓരോരുത്തരോട് ചോദിച്ചു, എന്ത് വേണം. അപ്പോൾ മൂത്തോളും പറഞ്ഞു എനിക്ക് ജ്ഞാനം വേണം, രണ്ടാമത്തോളും പറഞ്ഞു എനിക്ക് ജ്ഞാനം വേണം. ജ്ഞാനത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ മൂന്നാമത്തോള് ഇളയ കൊച്ച, അവൾ പറഞ്ഞു എനിക്ക് സ്നേഹം മതി, സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഇല്ല, സ്നേഹം ജ്ഞാനമില്ലാത്ത സ്നേഹം കൊണ്ട് എന്താ പ്രയോജനം? പ്രൈസ് ദ ലോർഡ്. പെട്ടെന്ന് അവൾക്കൊരു ബോധോദയം വരികയാണ്, അയ്യോ, ജ്ഞാനമില്ലാത്ത സ്നേഹം അപകടമാണ്. അപ്പോൾ ഈ ദൈവസ്നേഹം എന്നവിടെ നമ്മൾ പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ മുഴുവൻ ജ്ഞാനവും കൂടി അടങ്ങിയിരിക്കുന്നതാണെന്നുള്ള ഒരു കാര്യത്തിലൂടെ ഈ സ്നേഹവും ജ്ഞാനവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ നീങ്ങേണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്നേഹത്തിൽ വളരാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാര്യം അതിൽ ജ്ഞാനവും കൂടി മിക്സാകണം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ലളിതമായൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ പിള്ളേരൊക്കെ പറഞ്ഞ്, അപ്പോൾ അപ്പം പറയും, നിന്നോട് പല പ്രാവശ്യം പറയണം, ഇവരെയൊക്കെ മര്യാദയ്ക്ക് 2 അടി കൊടുത്താലേ ശരിയാവുള്ളൂ എന്ന് പറയും. അപ്പോൾ അമ്മ സാവധാനം വന്നിട്ട് പറയും, അതെ, ഞാൻ അവനെ പിന്നെ പറഞ്ഞ് മനസ്സിലായിക്കോളാം, ഇപ്പം അങ്ങ് വിട്, സാരമില്ല, അവിടെ ശാന്തമായിട്ടിരിക്കും, ഞാൻ അവനെ പിന്നെ പറഞ്ഞ് മനസ്സിലായിക്കോളാം, അവനൊരു നല്ല മൂഡിൽ വന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഇപ്പോൾ അവനും ദേഷ്യത്തിലാണ്, നമ്മളും ദേഷ്യത്തിലാണ്. ഈ വികാര വിക്ഷേപത്തിൻ്റെ ഇടയിൽ നമ്മൾ വായ തുറന്ന് കുറേ പറയുന്നുണ്ട്. പക്ഷേ അതാണ് എന്ത് സംഭവിക്കുന്നു? മുഴങ്ങുന്ന ചേങ്ങല പോലെ
കൈത്താളം പോലെ ഒന്നും അങ്ങോട്ട് കയറില്ല. അപ്പോഴാണ് അമ്മ പറയാണ്, ഇപ്പം ഒന്നും മിണ്ടണ്ട, അതെ പിന്നെ അവനൊരു ശാന്തമായി കഴിയുമ്പോൾ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ഇതിനാണ് ജ്ഞാനമെന്ന് പറയണത്. ഇപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? ജ്ഞാനവും സ്നേഹവും കൂടി മിക്സായി അവിടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരണം. ഈ പ്രബോധനങ്ങളെല്ലാം എവൻച്വലി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ശുശ്രൂഷയിലും എല്ലാം വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, വിശ്വാസവും സുവിശേഷ പരിശീലനം. ഓരോ വ്യക്തിക്കും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരു അനുഭവം പ്രദാനം ചെയ്യണം. ഒരു ദൈവാനുഭവം ഉണ്ടാകണം. അതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഞാൻ ഈ 30 വർഷമായിട്ട് എന്തെല്ലാം അനുഭവിച്ചോ അത് മുഴുവനും നിങ്ങൾക്ക് തരണം. അതിൻ്റെ അഭിഷേകം തരണം. അതിനകത്ത് തിയറിയുണ്ട്, പ്രാക്ടിക്കലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് പ്രധാനം. ഞാൻ പറയണത് കൊണ്ടോ നിങ്ങൾ കേട്ടത് കൊണ്ടോ അല്ല. പരിശുദ്ധാത്മാവ് ഒരു കാറ്റ് പോലെ അവിടെ അങ്ങ് വന്ന് നമ്മളിൽ അങ്ങ് ജ്വലിക്കും, കത്തും. അങ്ങനെ പണ്ഡിതന്മാരെയും ഉന്നത പദവിയിലുള്ളവരെയും പ്രബുദ്ധരാക്കാൻ വേണ്ടി ഏറ്റവും എളിയവരെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ട വലിയൊരു കാര്യം. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരോടും പറയുന്നത്, നമ്മൾ അത്ര വലിയ പണ്ഡിതന്മാരൊന്നും അല്ലായിരിക്കാം. കുറേ പേരൊക്കെ ഇപ്പോൾ കുര്യൻ ജോസഫ് സാറിനെ പോലുള്ളവരൊക്കെ പണ്ഡിതന്മാർ തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് അവിടെ ഡോക്ടർ ചെറിയാനും പണ്ഡിതനാണെന്ന് വിചാരിക്കാം. എന്നാൽ അതേ സമയത്ത് വേറെ വീട്ടമ്മമാർ, എന്തോരം വീട്ടമ്മമാരാണ് ഈ കൂട്ടത്തിലുള്ളത്. വളരെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ. എന്നാൽ അവരിലൂടെ വലിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന ഓരോ ഒന്ന് കേട്ട് കഴിയുമ്പോൾ ഇതാ മനസ്സിലായെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കുക. എൻ്റെ കർത്താവേ, സമയം പോയല്ലോ. ഇനി 2039 നമ്മൾ പ്രവേശിക്കുകയാണ്. ശുശ്രൂഷകൾ കർത്താവിൻ്റെ നാമത്തിൽ. ഇതുണ്ട്, വീണ്ടും അത് തന്നെയാണ്, സഹോദര സ്നേഹത്തിൻ്റെയും സഭയോടുള്ള സമർപ്പണത്തിൻ്റെയും ചൈതന്യത്തിൽ നിർവഹിക്കപ്പെടുന്നു. ഇന്നത്തെ വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് സഭയോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. ഞാനതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല, കാരണം ഞാൻ പറയുമ്പോൾ അതൊരുപാടായി പോവുകയാണ്. ഞാൻ ഒരുപാട് പറയാറുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞത് ഓർത്താൽ മതി. സഹോദര സ്നേഹത്തിൻ്റെയും സഭയോടുള്ള സമർപ്പണത്തിൻ്റെയും. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് സഭയോട് സ്നേഹമുണ്ടായത് സഭാ പ്രബോധനങ്ങൾ വായിച്ചപ്പോഴാണ്. ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ വായിച്ചത് എവാഞ്ചലി നുൻഷ്യാൻഡി, പോൾ ആറാമൻ മാർപ്പാപ്പയുടെ എവാഞ്ചലി. സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാവുന്ന, വളരെ സിമ്പിൾ. നമ്മളൊരിക്കലും വിചാരിക്കരുത് ഇവരെഴുതുന്നതൊന്നും നമുക്ക് മനസ്സിലാവില്ല, അങ്ങനെ എന്തോ ഒരു തെറ്റായ കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഡോമിനം ബിഫിക്കാന്തം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇത് ഒരു വലിയ നിധിയാണ്. ഇതൊരു വലിയ നിധിയാണ്. സഭയോടുള്ള സ്നേഹവും വാത്സല്യവും നമ്മളങ്ങ് അത്ഭുതപ്പെട്ടു. ദൈവമേ, ഇത്ര മനോഹരമായ പ്രബോധനങ്ങളുണ്ടല്ലോ എന്നുള്ളത്. അപ്പം അത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഏത് പ്രബോധനം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് അത് ലഭ്യമാക്കാൻ അത്രയും ഞാൻ ചെയ്യാൻ പറ്റും. മലയാളത്തിൽ നമ്മുടെ എവാഞ്ചലി നുൻഷ്യാൻഡി, അതിൻ്റെ പേര് സുവിശേഷ പ്രഘോഷണം. പിന്നെ മറ്റൊന്ന് രക്ഷകൻ്റെ മിഷൻ, റിഡംതോറിസ് മിസിയോ. പിന്നെ മറ്റൊന്ന് ഇപ്പോൾ ഫ്രാൻസിസ് പിതാവിൻ മാർപ്പാപ്പയുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഇതെല്ലാം വളരെ സരളമാണ്. ഇതൊക്കെ നമ്മൾ വായിക്കണം. അങ്ങനെ നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ആരെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ, അതായത് ഇന്നേ വരെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, അതൊന്ന് മനസ്സിലാക്കണം.
മനസ്സിലായത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് വീണ്ടും വീണ്ടും കേട്ടിട്ട് എന്താ പ്രയോജനം? അത് വീണ്ടും വീണ്ടും കേട്ട് നമ്മൾ കൈയടി കിട്ടിയിട്ട് എന്താ പ്രയോജനം? നമ്മൾ പഠിക്കണത് എന്തുകൊണ്ടാണ്? ഇനി മനസ്സിലാകേണ്ടതായ കാര്യങ്ങളല്ലേ പഠിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ കിൻഡർ ഗാർഡനിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുമോ? അപ്പോൾ നമ്മൾ ഹയർ കാര്യങ്ങൾ പഠിക്കണം. അതിന് സഭ ചെയ്തിരിക്കുന്ന വലിയൊരു വ്യവസ്ഥ. അപ്പോൾ ഇത് നിങ്ങൾ സഭയോടുള്ള സമർപ്പണത്തിൻ്റെയും ചൈതന്യത്തിൽ നിർവഹിക്കപ്പെടണം. അതേസമയം ഓരോ വ്യക്തിയുടെയും, അപ്പോൾ അതൊരു വശം. അടുത്ത വശം നേരെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. വീണ്ടും മനസാക്ഷിയാണ് പറയുന്നത്. കണ്ടോ, ഓരോ വ്യക്തിയുടെയും മനസാക്ഷിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചു. ആ വ്യക്തിയുടെ തന്നെ പ്രവൃത്തികളെപ്പറ്റി ധാർമ്മിക വിധി തീർപ്പുകൾ നടത്തുന്നതിൽ സ്വാർത്ഥപരമായ പരിഗണനകളിൽ ഒതുങ്ങിക്കൂടുക എന്നത് പരിവർജിക്കണം. അപ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കണം. ദൈവം സംസാരിക്കുന്നത് കേൾക്കണം. അപ്പോൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രാവർത്തികമാകാൻ വേണ്ടി നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മൾ വർഷങ്ങളായിട്ട് മുറുക്കെ പിടിച്ചിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ, അത് നമ്മൾ വിടണം. എന്നിട്ട് ദൈവം പറയണത് കേൾക്കാനുള്ള സന്മനസ്സുണ്ടാകണം. അതാണ് സന്മനസ് എന്ന് പറയുന്നത്. അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയുള്ളൊരു പ്രവർത്തനമാണ്. ഈ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന പ്രബോധനത്തിലെ മാർപ്പാപ്പ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഫരേസ്യ, നിങ്ങൾക്കൊരു ധൈര്യം വേണം. ഫരേസ്യ എന്നതൊരു ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം ഒരു ബോൾഡ്നെസ്, ധീരത. അതിനെക്കുറിച്ച് കുറേ പറയുന്നുണ്ട്. ഒരല്പം ഞാനൊന്ന് വായിച്ചോട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പൗലോസ് ശ്ലീഹ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്തിനാ? ഞാൻ വായ തുറക്കുമ്പോൾ ധൈര്യപൂർവ്വം സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്. 129 ഖണ്ഡികയാണെന്നാണ് തോന്നണേ. നോക്കട്ടെ. 129. ധീരതയും തീവ്രതയും. വിശുദ്ധി എന്നത് തുറന്ന സംസാരം കൂടിയാണ്. അത് ധീരതയാണ്, ഫരസ്യ. ഈ ലോകത്തിൽ ഒരടയാളവും അവശേഷിപ്പിക്കുന്ന പ്രേക്ഷിത കുതിപ്പാണത്. നോക്കിയ വാക്ക്, പ്രേക്ഷിത കുതിപ്പ്. ഈ ലോകത്തിൽ ഒരടയാളം ആയിരിക്കണം നമ്മളിവിടെ നിന്ന് ജീവിച്ചു മരിച്ചു പോകുമ്പോൾ നമ്മളിവിടെ എന്ത് അടയാളമാണ് ഇവിടെ അവശേഷിപ്പിക്കുന്നത്? അങ്ങനെ ഈ ലോകത്തിൽ ഒരടയാളം അവശേഷിപ്പിക്കുന്ന പ്രേക്ഷിത കുതിപ്പാണ്. ഇത് സാധ്യമാക്കാൻ യേശു തന്നെ നമ്മെ സമീപിക്കുകയും പ്രസന്നതയോടും നിഷ്കർഷതയോടും കൂടെ നമ്മോട് ആവർത്തിക്കുകയും ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് സ്ലീഹന്മാരെ ഉത്തേജിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ അതേ ധീരതയോടെ മുന്നേറാനും സേവനം ചെയ്യാനും ഈ വാക്കുകൾ നമ്മെ ശക്തരാക്കുന്നു. ധൈര്യം, ആവേശം, തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, ശ്ലൈഹിക തീഷ്ണത എന്നിവയെല്ലാം ധീരത, ഫരേസ്യ എന്ന വാക്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ദൈവത്തോടും മറ്റുള്ളവരോടും തുറവുള്ള ഒരു ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ വിവരിക്കാനും ബൈബിൾ ഈ വാക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് 129, 130, 133, 132 അങ്ങനെ 3-4 ഇതുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വേറൊരു സ്ഥലത്ത് പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾ എന്തെല്ലാം വിജയകരമായ കാര്യങ്ങളായിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളരെ വിജയകരമാണ് എങ്കിലും നിങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. കാരണം സഭ എപ്പോഴും പരിശുദ്ധാത്മാവിലൂടെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്. പുതിയ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കും.
നമ്മൾ വളരെ വിജയകരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. നമ്മൾ പറയും ഇത് മതി, ഇത് പോണ മാതിരി അങ്ങ് പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, അവിടെ നിർത്തരുതെന്നാണ് പറയണത്. എല്ലാം ഭംഗിയായിട്ട് പോകുമ്പോഴും നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവേ എന്താണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കണേ എന്ന് ചോദിക്കണം. അപ്പം ഇതാണ് ഇവിടെ പറയണതിൻ്റെ ഒരു കാര്യം. അതേസമയം ഓരോ വ്യക്തിയുടെയും മനസാക്ഷി ആ വ്യക്തിയുടെ തന്നെ പ്രവൃത്തികളെപ്പറ്റി ധാർമ്മിക വിധി തീർപ്പുകൾ നടത്തുന്നതിൽ, ഇനി ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ധാർമ്മിക ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളത് മനസാക്ഷിയിൽ ദൈവം നമ്മളോട് സംസാരിക്കും. സ്വാർത്ഥപരമായ പരിഗണനകളിൽ ഒതുങ്ങിക്കൂടുകയെന്നത് പരിവർജിക്കണം, അത് വിടണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവത്തിൻ്റെ ആ ഉയർച്ചയിലേക്ക്, ടു തിങ്ക് ഹൈ, നമ്മുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് ഉയർത്തണം. സ്വാഭാവികവും സമയം കഴിയാറായി, ആവിഷ്കൃതവുമായ ധാർമ്മിക നിയമത്തിൽ കണ്ടോ, സ്വാഭാവിക നിയമം എന്ന് പറഞ്ഞത് നാച്ചുറൽ ലോ നമ്മുടെ മനസാക്ഷിയിൽ മുൻകൂട്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണെങ്കിലും അത് മലിനമാകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികവും ആവിഷ്കൃതവുമായ ദൈവിക വെളിപ്പെടുത്തലിലൂടെ ആവിഷ്കൃതമായ ധാർമ്മിക നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കും പോലെയും തദ്ഫലമായി സഭയുടെ നിയമത്തിലും ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രബോധന അധികാരത്തിൻ്റെ ആധികാരിക പ്രബോധനത്തിലും ഉള്ളതുപോലെയും, അതാണ് നമ്മൾ സഭയുടെ പ്രബോധന അധികാരത്തിന് നൽകിയിരിക്കുന്നതിനെ സ്വീകരിക്കണം. നമുക്ക് വ്യക്തിപരമായിട്ട് തോന്നും, കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് പഴയ നിയമത്തിലെ മോശ പറഞ്ഞ കൽപ്പനകളും ഇസ്രായേൽക്കാരെ. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ബ്രദറേയും ഈനെ ഞായറാഴ്ച ദിവസം ഇനിയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞായറാഴ്ച ദിവസം അവൻ വെറുതെ വീട്ടിലിരിക്കുകയാണ്, കാരണം ഒന്നും ചെയ്യാൻ പാടില്ല. എവിടെ എഴുതിയേക്കണേ അങ്ങനെ ചെയ്യാൻ പാടില്ല? കാരണം പഴയ നിയമത്തിലൊക്കെ പറഞ്ഞിട്ടില്ലേ, സാബത്ത് ആചരിക്കണം. സാബത്തിന് വിറക് പിറക്കാൻ പോയവനെ അവർ കൊന്നുകളഞ്ഞു. ഇതല്ല ക്രിസ്ത്യാനിയുടെ സാബത്ത്. ക്രിസ്ത്യാനിയുടെ സാബത്ത് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഞായറാഴ്ച എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ സാബത്തല്ലേ അല്ല. അപ്പോൾ നമ്മൾ ബൈബിളിൽ അങ്ങനെ എഴുതിയേക്കണു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മാർപ്പാപ്പയോട് വരെ നമ്മൾ ചോദ്യം ചെയ്യരുത്, ബൈബിളിൽ അങ്ങനെ എഴുതിയേക്കണം. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാ? നമ്മൾ പഴയ നിയമക്കാരാണോ പുതിയ നിയമക്കാരാണോ? നമ്മൾ പഴയ നിയമക്കാരാണോ പുതിയ നിയമക്കാരാണോ? പുതിയ നിയമത്തിൽ സ്നേഹമാണ്, ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ഞായറാഴ്ച ദിവസം നമ്മൾ അനുഭവിക്കേണ്ടതും. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആഗ്രഹം പോലെ, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ സഭയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ, ഇനി ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. കാരണം എല്ലാവരും അവനവൻ്റെ തരത്തിലുള്ള പ്രബോധനങ്ങളാണ് ഓരോരുത്തരും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സഭ എങ്ങനെ വളരും? സഭയ്ക്ക് ഒരു കോമൺ മൈൻഡുണ്ട്, ഒരു ചിന്തയുണ്ട്. ആ ചിന്തയിലൂടെ സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രബോധന അധികാരത്തിൻ്റെ ആധികാരിക പ്രബോധനത്തിനും ഉള്ളതുപോലെയും എല്ലാവരുടെയും നന്മയെ മനസാക്ഷി ആവുന്നത്ര പരിഗണിക്കണം. എല്ലാവരുടെയും നന്മയെ ആവുന്നത്ര പരിഗണിക്കണം. സ്വകാര്യ മനസാക്ഷിയും കഴിഞ്ഞു, യുക്തിയും ധാർമ്മിക നിയമത്തിനോ സഭയുടെ പ്രബോധന അധികാരത്തിനോ എതിരായി നിൽക്കരുത്. സ്വകാര്യ മനസാക്ഷി, അതായത് നമ്മുടെ വ്യക്തിപരമായ മനസാക്ഷിയിലുള്ള ബോധ്യം, വ്യക്തിപരമായിട്ട് എൻ്റെ മനസാക്ഷി ഇതാ പറയണേ എന്നൊരാൾ പറയാണ്, ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ച് ചെയ്യും, എൻ്റെ മനസാക്ഷി ഇതാ പറയണേ. യുക്തിയും ധാർമ്മിക നിയമത്തിനോ സഭയുടെ പ്രബോധന അധികാരത്തിനോ എതിരായി നിൽക്കരുത്. അപ്പോൾ ആ പ്രബോധന
അധികാരത്തെ നമ്മൾ സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലൂടെയും സഭയോടുള്ള സ്നേഹത്തെ പ്രതി ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. എൻ്റെ വ്യക്തിപരമായ അറിവ് ചിലപ്പോൾ ശരിയായില്ലായിരിക്കാം, ഇന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അവസാനിക്കും എന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു, യുക്തി വിചാരം ചെയ്തു. ചിലപ്പോൾ ഇപ്പോഴും നമ്മുടെ അവസ്ഥ അതായിരിക്കും. പ്രബോധനത്തിൻ്റെ കാര്യത്തിലും സഭയുടെ ആധികാരികമായ പ്രബോധനത്തിൻ്റെ കാര്യത്തിലും നമ്മളുടെ വ്യക്തിപരമായ യുക്തിയല്ല, നമ്മൾ വിശാലമായിട്ട് സ്വകാര്യ മനസാക്ഷിയും യുക്തിയും ധാർമ്മിക നിയമത്തിനോ സഭയുടെ പ്രബോധന അധികാരത്തിനോ എതിരായി നിൽക്കരുത്. ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.